എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള അരുൺ സത്യയുടെ ഒരു കമൻറ്റിൻ്റെ ബേസിസിലാണ്. കമൻറ്റ് ഞാനിവിടെ കാണിക്കാം. നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന പലരും നേരിടുന്ന പ്രശ്നം ഭക്ഷണം കഴിക്കുന്ന സമയത്തെക്കുറിച്ചാണ്. രാത്രി 10-12 മണിക്ക് ശേഷം കനത്ത ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിക്കും എന്ന് നമുക്കറിയാം. ഇതിൻ്റെ പ്രശ്നമായിട്ട് എടുത്തു പറയേണ്ടത് രാത്രി മുഴുവൻ ഉണർന്നിരിക്കേണ്ടി വരുമ്പോൾ ശരീരം എപ്പോൾ വിശ്രമിക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നൈറ്റ് ഷിഫ്റ്റുകാർക്ക് എങ്ങനെ രാത്രി 7 മണിക്ക് മുൻപ് അല്ലെങ്കിൽ അവരുടെ ഷിഫ്റ്റിന് മുമ്പ് ഭക്ഷണം ക്രമീകരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ബോഡി ക്ലോക്ക് സയൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരം പകൽ പ്രവർത്തിക്കാനും രാത്രി വിശ്രമിക്കാനുമുള്ളതാണ്. നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഈ ഒരു താളത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഡൗട്ട് ഭക്ഷണ സമയത്തെ പറ്റിയാണ്. രാത്രി 7 മണിക്ക് മുമ്പ് പ്രധാന ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? കാരണം ആ സമയത്താണ് ദഹന പ്രക്രിയ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത്. ജോലിക്ക് പോകുന്നതിന് മുമ്പ് വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് രാത്രിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള അസിഡിറ്റിയും ഗ്യാസും ഒഴിവാക്കും. ഇന്റർമിറ്റഡ് ഫാസ്റ്റിംഗ് രീതി, ഈ ഒരു സ്ട്രാറ്റജിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് രാത്രി മുഴുവൻ പട്ടിണി കിടക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. അതിന് പകരം വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയിൽ നല്ല ഒരു മീൽ, ഉദാഹരണത്തിന് ചോറ്, പച്ചക്കറി, പ്രോട്ടീൻ എന്നിവ കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഡ്യൂട്ടിയുടെ നേച്ചർ അനുസരിച്ച് ചിലപ്പോൾ ഒരു ബ്രേക്കിൻ്റെ ആവശ്യം വരാം. അങ്ങനെയാണെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ച് വലിയ ആഹാരം കഴിക്കുന്നതിന് പകരം ചെറിയ സ്നാക്സ്, ഉദാഹരണത്തിന് നട്ട്സ്, ഫ്രൂട്ട്സ് എന്നിവ മാത്രം ഉൾപ്പെടുത്തുക. ഇത് ദഹനത്തിന് വളരെയധികം സഹായിക്കും. ഇത് ദഹിക്കാൻ എളുപ്പവുമാണ്. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് നൈറ്റ് ഷിഫ്റ്റിൽ എന്ത് കഴിക്കണം. അതിൽ പ്രോട്ടീൻ കണ്ടന്റിനെ പറ്റി പറയുകയാണെങ്കിൽ മുട്ട, പയറുവർഗ്ഗങ്ങൾ, ഗ്രിൽഡ് ചിക്കൻ തുടങ്ങിയവ കഴിക്കുന്നത് ദീർഘനേരം വയറ് നിറഞ്ഞതായി തോന്നാൻ സഹായിക്കും. ഈ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുമുണ്ട്. കാപ്പിയും ചായയും അമിതമായി കഴിക്കാൻ പാടില്ല. ഇത് മെറ്റബോളിസത്തെയും ഉറക്കത്തെയും താളം തെറ്റിക്കും. പഞ്ചസാര ഉള്ള ബിസ്ക്കറ്റുകൾ ഒഴിവാക്കി പകരം ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. പിന്നെ വെള്ളം, നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കുക. ജോലി കഴിഞ്ഞ് വന്നാൽ എന്ത് ചെയ്യണം? ഈ ഭാഗത്ത് ഉറക്കത്തെപ്പറ്റി നമ്മൾ ചെറുതായിട്ട് ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വന്നയുടൻ കനത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല. 1 ഗ്ലാസ് പാൽ കുടിക്കുകയോ ലഘുവായ എന്തെങ്കിലും കഴിച്ച് വിശ്രമിക്കുകയോ ചെയ്യണം. അതിനുശേഷം പ്രഭാത ഭക്ഷണം. സൂര്യപ്രകാശമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ലഭിക്കുന്ന സിഗ്നലുകളെ ശരിയാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. വെല്ലുവിളികളും പരിഹാരങ്ങളും, നമുക്കുണ്ടായേക്കാവുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യമാണ്. വീട്ടിലെ സാഹചര്യം, ജോലിയിലെ സാഹചര്യം. ഇവിടെ വീട്ടിലെ സാഹചര്യത്തെയും ജോലിയുടെ സമ്മർദ്ദത്തെയും എങ്ങനെ മറികടക്കാം? ഒറ്റ ആൻസറേ ഉള്ളൂ: പ്ലാനിങ്. തലേ ദിവസം തന്നെ ഭക്ഷണം, ഡ്രൈ ഫ്രൂട്ട്സ് പോലുള്ള ഭക്ഷണങ്ങൾ പാക്ക് ചെയ്ത് വയ്ക്കുക. ഭക്ഷണത്തിൻ്റെ ഒരു ചാർട്ട് തയ്യാറാക്കുക. ഫൈനലി, നൈറ്റ് ഷിഫ്റ്റ് ജോലി കഠിനമാണ്. എന്നാൽ ഭക്ഷണക്രമം ശരിയാക്കിയാൽ ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ഇത്രയും ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ അനുയോജ്യമായവർക്ക്, കൂട്ടുകാരനോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കൂടുതൽ ടിപ്സിനായിട്ട് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.